കണ്ണൂരിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം കാസർകോട്ടേക്ക്. പടന്ന നീലേശ്വരം കേന്ദ്രീകരിച്ചാണ് കള്ളനോട്ട് സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരിയായ പടിയോട്ടുചാൽ സ്വദേശി ശോഭയെ അറസ്റ്റ് ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാസർകോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. കള്ളനോട്ടിന്റെ അടിവേര് കണ്ടെത്താനുള്ള അന്വേഷണമാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ KC സുഭാഷ് ബാബു, SI സവ്യ സച്ചി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കണ്ണൂർ സൂര്യ ഹെറിറ്റേജ് ബാറിൽ മദ്യപിച്ച ശേഷം പയ്യന്നൂർ സ്വദേശിയായ ഷിജു 500-ന്റെ 5 കള്ളനോട്ടുകൾ നൽകിയ സംഭവത്തിലെ അന്വേഷണമാണ് ടൗൺ പോലീസ് ഊർജിതമാക്കിയത്. ഷിജുവിന്റെ കയ്യിൽ നിന്നും 5 കള്ളനോട്ടുകൾ പിടികൂടിയിരുന്നു. ഈ 10 കള്ളനോട്ടുകൾ 2500 രൂപയുടെ ഒറിജിനൽ നോട്ട് നൽകിയാണ് താൻ വാങ്ങിയതെന്ന് ഷിജു മൊഴി നൽകിയിരുന്നു. പടിയോട്ടുചാൽ സ്വദേശി VP ശോഭയാണ് കള്ളനോട്ട് നൽകിയതെന്നായിരുന്നു ഷിജുവിന്റെ മൊഴി. പാടിയോട്ടുചാലിലെ ഒരു പെട്രോൾ പമ്പിൽ 500-ന്റെ കള്ളനോട്ട് നൽകിയതിന് ശോഭയെ ചീമേനി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ശോഭയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ കള്ളനോട്ടും പ്രിന്ററും ലാപ്ടോപ്പും കണ്ടെത്തുകയും ചെയ്തു. ലാപ്ടോപ്പ് പ്രവർത്തനരഹിതമാണ്. കസ്റ്റഡിയിലെടുത്ത പ്രിന്ററിൽ നിന്ന് പ്രിന്റ് ചെയ്തതല്ല നോട്ടുകൾ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇക്കാര്യം വിശദമായി അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. ശോഭ പറഞ്ഞതനുസരിച്ച് ഒരു കാസർകോട് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശോഭയുടെ തന്ത്രമായിരുന്നു ഇതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. കാസർകോട് കേന്ദ്രീകരിച്ചുള്ള കള്ളനോട്ട് സംഘവുമായി ശോഭയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് മറ്റൊരു സംശയം. ഇതേ തുടർന്നാണ് അന്വേഷണം കാസർകോട്ടേക്കും വ്യാപിപ്പിച്ചത്. ഈ നോട്ട് ശോഭയ്ക്ക് എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഇനി പോലീസിന് കണ്ടെത്താനുള്ളത്. ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും ACP സിബി ടോമും നേരിട്ട് അന്വേഷണം വിലയിരുത്തുന്നുണ്ട്. മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതിനാൽ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ശോഭ കള്ളനോട്ട് റാക്കറ്റിലെ പ്രധാന കണ്ണിയാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചതിനാൽ ശോഭയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.